ഹലോ, ഈ ഒരു വീഡിയോയിൽ കുറച്ച് ലൈഫ് ഹാക്സ് ആൻഡ് ടിപ്സ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇത് വന്നിട്ട് ലാസ്റ്റ് വീക്കാണ് കേട്ടോ. ലാസ്റ്റ് മൺഡേ ഫസ്റ്റ് ഡേ ആയിരുന്നു മോളുടെ LKG-യിലേക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ഡേയ്സിൽ നമ്മൾ എപ്പോഴും കുട്ടികളെ നേരത്തെ എണീപ്പിച്ചിട്ട് റെഡിയാക്കലാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മളൊരു 1 or 2 വീക്സ് ബിഫോർ തന്നെ ഈ ഒരു ഷെഡ്യൂൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നേരത്തെ എണീപ്പിക്കലും അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ എണീറ്റുടനെ തന്നെ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം കുളിപ്പിക്കലും. സാധാരണ നമ്മൾ എണീറ്റുടനെ തന്നെ ബ്രഷും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഫുഡൊക്കെ കൊടുക്കലാണ് ചെയ്യുന്നത്. കുളിക്കലൊക്കെ കുറച്ചൊരു അവർ കളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഓഫീസിലേക്കൊക്കെ പോകുന്നവരൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ നമ്മളവരെ കുളിപ്പിക്കൽ. അപ്പോൾ അത് ഞാനൊന്ന് മാറ്റിയിട്ട് ഒരു 2 വീക്സ് ബിഫോറൊക്കെ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ കുളിപ്പിക്കലും കാര്യങ്ങളെല്ലാം. അപ്പോൾ എനിക്ക് ആ ഒരു ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൽ ഈ ഒരു ദിവസം നമുക്ക് അത് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഇന്നൊരു വെൽക്കം സെറമണി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ അതായത് ക്ലാസ്സിലേക്കൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു മീറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിന്ന് തിരിച്ചു പോവാണ്. ഇനി ക്ലാസ്സോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡേ വന്നിട്ടുള്ളത്. ഒരുപാട് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പല പാരൻസിനെ സംബന്ധിച്ചും ഈ ഒരു ഡേയ്സ് എന്ന് പറയുന്നത് സന്തോഷം മാത്രമല്ല, ഒരുപാട് മിസ്സിങ്ങും വിഷമവും കാര്യങ്ങളെല്ലാം ഉള്ളൊരു ഡേ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാം. അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരോടൊപ്പം നിന്ന് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാ കുഞ്ഞുമക്കളും നല്ലൊരു ദിവസം തന്നെ ഒരു നല്ലൊരു വിദ്യാരംഭം തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ആ ഒരു സെറിമണി കാര്യങ്ങൾക്കുള്ള ഒരുക്കവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാ കുട്ടികളെയും ആ ഒരു ഫ്ലവറും അതുപോലെ ക്യാൻഡി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വെൽക്കം ഡാൻസും കുറച്ചൊരു സിസ്റ്റേഴ്സിൻ്റെ കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഡേയ്സ് എല്ലാം അവർക്ക് മെമ്മറബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പാരൻസ് ആരെങ്കിലും കഴിവതും അവരോടൊപ്പം തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നമ്മുടെ തിരക്ക് കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ആ ഒരു ദിവസം അവർക്ക് വേണ്ടിയിട്ട് നൽകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുഞ്ഞു മക്കളെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹാബിറ്റ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് അവരുടെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ട്രാൻസ്പാരൻറ്റ് ഷീറ്റെല്ലാം കിട്ടും. അത് ഒരു സെൽഫ് അധസീവ് സ്റ്റിക്കും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റഡി ആയിട്ടുള്ള അതുപോലെ നല്ല മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു കവറാണത്. അപ്പോൾ ഇതുപോലെയുള്ള കവറൊക്കെ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുക്കിൻ്റെ ചട്ട ഒന്നും കൂടെ സ്ട്രോങ് ആവാനും അതുപോലെ ഇത് ഇളകിപ്പോരൊന്നുമില്ല കേട്ടോ. ബുക്ക് ഫുള്ളായിട്ട് കീറിയെങ്കിലേ ഉള്ളൂ ഈ ഒരു കവർ കീറുന്നത്, അല്ലാതെ ഈ ഒരു കവർ കീറാനായിട്ട് ഒരു ചാൻസും ഇല്ലാത്തതാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. അത് നല്ല വാട്ടർ പ്രൂഫൊക്കെ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇത് നല്ല സ്റ്റിക്കിൽ കിടന്നോളും. ഇതിപ്പോൾ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണാൻ നമുക്ക് നല്ല മാറ്റ് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല തിക്നെസ്സിലുള്ളൊരു മെറ്റീരിയലാണിത്. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞു കുട്ടികളുടെ ബുക്കൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഫുൾ നോട്ട്സ് ആൻഡ് ടെക്സ്റ്റ് എല്ലാം ഇത് വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. പ്ലസ് ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് അതിൻ്റെ ആ ഒരു പിക്ചർ കാര്യങ്ങളെല്ലാം വിസിബിൾ ആവുന്ന രീതിയിലാണ് ഏതാണ് ബുക്ക് എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള ഒരു രീതിയിലാണ്. നമുക്കിപ്പോൾ നെയിം സ്ലിപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫുള്ള് തുറന്നു നോക്കണം, അല്ലെങ്കിൽ ആ ഒരു നെയിം സ്ലിപ്പിൽ ഏതാണ് സബ്ജക്റ്റ് എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ആ ഒരു ബുക്ക് ആസ് ഇറ്റ് ഈസ് തന്നെ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി കുഞ്ഞുമക്കളിൽ ഗുഡ് ഹാബിറ്റ്സൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ നൈറ്റ് ടൈം റൂട്ടീനൊന്ന് കറക്റ്റ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. കറക്റ്റ് ടൈമിലുള്ള സ്ലീപ്പ് അതുപോലെ കറക്റ്റ് ടൈമിലുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ആ ഒരു ഷെഡ്യൂൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് അവരുടെ ഹാബിറ്റായിട്ട് തന്നെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയിട്ടാണ്. ഇതിപ്പോൾ ഫ്രൈഡേ ആണ് കേട്ടോ സ്കൂളിലേക്ക് പോയിട്ടുള്ളത്. 5 days ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ടിപ്സായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ നോക്കാം. പിന്നെ വന്നിട്ട് നമ്മൾ ടോയ്സ്, കുട്ടികൾക്ക് ടോയ്സ് നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിലും വാങ്ങിച്ചിട്ടാണെങ്കിലും അവർക്ക് ടോയ്സ് എപ്പോഴും കൊടുക്കുക. ആ ഒരു ഏജിലാണല്ലോ കളിക്കൽ. അപ്പോൾ ഈ ഒരു ടോയ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. ഇത് വന്നതിപ്പോൾ ഒരു 4 days ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ 2 days ബിഫോർ വന്നിട്ടുള്ളൊരു പാക്കാണിത്.
അപ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടോയ് വന്നിട്ടുള്ള ആ ഒരു ബോക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എനിക്ക് ഈ ഒരു സൈസിലുള്ള ബോക്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു ബോക്സൊക്കെ നമുക്ക് വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഒരു ബാസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ട് സൂക്ഷിക്കുന്നതിനേക്കാളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ റീയൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ അതാ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു DIY കൂടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഓരോന്നും സ്റ്റിക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്നും കാണിക്കുന്നില്ല. നമുക്ക് ഏത് രീതിയിലാണോ സ്റ്റിക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത്, ഏത് മെറ്റീരിയലാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ക്ലോത്ത് ആയാലും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ബാലൻസ് വന്നിട്ടുള്ളൊരു വാൾപേപ്പറാണ് യൂസ് ചെയ്യുന്നത്. വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആ ഒരു സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതായത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു കവറിങ് ബോർഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരു ബേസിന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അത് കവർ ചെയ്തിട്ട് ഡബിൾ ലെയർ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മെസ്സിയായിട്ട് കിടക്കുന്ന ഒരു കോർണർ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനും, അതുപോലെ തന്നെ മെസ്സിയായിട്ട് കിടക്കുന്ന ഐറ്റംസ് എല്ലാം ഒന്ന് സ്കാറ്റേഡൊക്കെ ആയിട്ട് കിടക്കുന്ന ഇതുപോലെയുള്ള വയേർഡായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് റീഓർഗനൈസേഷൻ ചെയ്തെടുക്കാനും, ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയലൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല നോ കോസ്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ബോക്സ് കാര്യങ്ങളെല്ലാം ഒന്ന് നീറ്റാക്കിയതിന് ശേഷം റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇത് വന്നിട്ട് ആഫ്റ്റർനൂൺ ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന ആ ഒരു ടൈമെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് പരിപ്പ് വടയാണ്. അപ്പോൾ പരിപ്പെല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 hours കുതിർത്ത് വെക്കുന്ന കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പരിപ്പ് വട ഇഷ്ടമാണെങ്കിലും ഉണ്ടാക്കൽ കുറവാണ്. അപ്പോൾ ഇന്ന് ഞാനത് ഓർത്ത് വെച്ചൊന്ന് നനച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ഒരു വടയിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നത്. അതിന് മുമ്പായിട്ട് 2 സ്പൂണോളം നമ്മൾ പരിപ്പ് ഒന്ന് മാറ്റിയെടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് വടയിൽ കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ക്രഞ്ചിയൊക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണെങ്കിലുള്ള ടിപ്പ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതും കൂടെ ഞാനവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ പച്ചമുളക്, അതുപോലെ ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പിലയും കൂടിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ടൈമിൽ ചുമന്ന മുളകില്ലേ, ഡ്രൈഡ് ചില്ലി, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കുട്ടികൾക്കുള്ളതായതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഞാനിത് ആഡ് ചെയ്യുന്നില്ല. മിക്സ് ചെയ്യാൻ നേരത്തെ ജസ്റ്റ് ഒരു ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കാശ്മീരി ചില്ലിയും കൂടെ അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാൻ നേരത്തെ. അപ്പോൾ ഈ ഒരു ഗ്രൈൻഡിങ് ടൈമിൽ ഞാൻ ഇത്ര മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതുതായി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ സ്നാക്സ് കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഏത് കാര്യവും നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓരോ ദിവസവും ഡിഫറെൻറ്റ് റെസിപ്പീസ് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ബേർഡനായിട്ട് തോന്നാത്ത രീതിയിൽ എല്ലാ ദിവസവും ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റഡ് ആവുന്നതാണ്. അപ്പോൾ അത് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു ബേർഡൻ ആവാത്ത രീതിയിൽ സെപ്പറേഷൻ ചെയ്തിട്ട് വർക്കൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുക. അതുപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് നോക്കുക, ഡിഫറെൻറ്റ് റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു കാര്യത്തോട് മടുപ്പ് തോന്നാതെ എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എല്ലാം നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു ഷേപ്പാക്കിയിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ സിമ്പിളാണ് പരിപ്പോട. ജസ്റ്റ് നമ്മൾ ആ ഒരു പരിപ്പ് കാര്യങ്ങളെല്ലാം കുതിർത്ത് വെച്ചാൽ തന്നെ മതിയാകും. വേറെ വഴറ്റലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ പരിപ്പോട എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പരിപ്പോട മാത്രമല്ല കുറച്ച് പഴംപൊരിയും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ളത് ചെറിയ കുട്ടികളുടെ ഗുഡ് ഹാബിറ്റ്സൊക്കെ നമുക്ക് എങ്ങനെ അവരിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ റീയൂസ് ചെയ്തിട്ട് നല്ലൊരു ഹോം ഓർഗനൈസറായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളത്,
അതുപോലെ നമുക്ക് നമ്മുടെ ടൈം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. ആഫ്റ്റർനൂൺ ടൈമൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഹോബീസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. സെൽഫ് ടൈം കണ്ടെത്തുക. അതുപോലെ തന്നെ നമ്മൾ സ്നാക്സ് കാര്യങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ബേർഡനായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ സെപ്പറേഷൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓവർവെൽമിങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണിത്. എപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്റ്റാമിന കീപ്പ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്ന പോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.